ദൈവകരങ്ങളിലേക്ക് ഹാലേലിയ ഈ പകൽക്കാലം നമുക്ക് ഏൽപ്പിക്കാം. ഹാലേലിയ കാലഘട്ടത്തിന്റെ ഒരു അന്ത്യത്തിലേക്കാണ് നമ്മൾ കടന്നു Can വന്നിരിക്കുന്നത്. we uphold each other in prayer, knowing that the time is coming to an end? നാൾ സമീപിക്കുന്നവരും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ നിറവാണ് നമുക്ക് ഏറ്റവും അധികം വേണ്ടിയത്. As the time is coming to an end, know that this power of the Holy Ghost is required and needed much more in our life. ദൈവജനത്തിന് ലഭിക്കുന്ന സമയം എല്ലാം ഏറ്റവും അധികം പ്രാർത്ഥനയിൽ തന്നെ ചെലവിടുവാൻ വേണ്ടി കരുതി വെക്കണം. People of God, when you receive time, take those time to seek and beseech the presence of God. ശരിയാണ്, പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, വൈകിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അത് പോരാ. It is good that you pray during the weekdays on a Saturday night, but that's not enough. അത് കൂടാതെ സമയമെടുത്ത് ആത്മാവിൽ ജാഗരിക്കണം. More than that, you must be concentrated and meditating in your spirit. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയങ്ങളാണ് ഈ ദിവസങ്ങൾ. These are the days of the move of God. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമ്മളെ ഉപയോഗിക്കുമാറാകട്ടെ. May the Holy Ghost use you powerfully. ഒരു ഹാലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. Can we pray? പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവവചനം ഇന്ന് പകൽക്കാലം ശക്തിയോടെ ഞങ്ങളുടെ മധ്യത്തിൽ ഘോഷിക്കപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചന ശുശ്രൂഷയ്ക്കെതിരായി നിൽക്കുന്ന എല്ലാ അന്ധകാര പോരുകളുടെ മേൽ ഞങ്ങൾ ജയമെടുക്കുന്നു കർത്താവേ. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾ ഹല്ലേലൂയ ആത്മാവിൻ്റെ വെളിച്ചം വീശുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ ഞങ്ങളുടെ നാവോട് കൂടെ ഇരിക്കണമേ, ഞങ്ങളുടെ ശബ്ദത്തോട് കൂടെ ഇരിക്കണമേ. ഈ പകലിൽ എല്ലാ അന്ധകാര പോരുകളെ ഞങ്ങൾ ശാസിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഈ പകൽക്കാലം മുഴു സ്വാതന്ത്ര്യം ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ ദൈവ പ്രവൃത്തി ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിന്റെ അധികാരങ്ങളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു. ഈ പകലിൽ പുത്രൻ മഹത്വം എടുക്കണം. വചനം അതിൻ്റെ ശക്തിയോട് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ദൈവത്തിൻ്റെ ആയുധങ്ങളായിട്ട്, ഇണങ്ങിയ ആയുധങ്ങളായി ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഹല്ലേലൂയ ഓരോ അവയവങ്ങളും ദൈവാത്മാവിന് ഹിതത്തിന് ചലിപ്പാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നണം, മഹത്വം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഒരു ദൈവവചനം നമുക്ക് വായിക്കാം. Can we read from a passage? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക്. Gospel of Luke chapter 4. അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ, Verses 20 തൊട്ടുള്ള വാക്യങ്ങൾ. Verses 20 onwards. പിന്നെ അവൻ പുസ്തകം മടക്കി ആ ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേപ്പിന്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കപർന്നഭൂമിയിൽ ഉണ്ടായി കേട്ടത് എല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്ന് നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. Verses 20 onwards, and it reads likewise. And he closed the book, and he gave it again to minister, and sat down. And the eyes of all of them that were in the synagogue, were fastened on him. And he began to say unto them, this day is this scripture fulfilled in your ears. And all bare him witness, and wondered at the gracious words which proceeded out of his mouth. And they said, is not this Joseph's son? And he said unto them, ye will surely say unto me this proverb, physician, heal thyself. Whatsoever we heard done in Capernaum, do also here in thy country. Verily I say unto you, no prophet. And he said, verily I say unto you, no prophet is accepted in his own country. Amen. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐതിഹ്യ ശുശ്രൂഷയിൽ ദേവാലയത്തിൽ വന്ന് യശയാ പ്രവാചകന്റെ തിരുവെഴുത്തുകൾ വായിച്ച വേദഭാഗമാണ് നമ്മൾ കണ്ടത്. We read from a passage where Jesus Christ in his earthly ministry, where he was reading from the book of Isaiah. പള്ളിയിൽ വന്നു, വായിച്ച വേദഭാഗം വായിച്ചിട്ട് ഇരുന്നതിന് ശേഷം പറഞ്ഞു, ഇന്ന് ഈ തിരുവെഴുത്തുകൾക്ക് നിവർത്തി വന്നിരിക്കുന്നു.
And he read from the scriptures and he's saying, today this scripture has been fulfilled. ദൈവജനമേ, എക്കാലത്തും ദൈവവചനം എപ്പോഴും എല്ലായിടങ്ങളിലും അത് നിവൃത്തിയാകുന്ന ഒരു ദൈവവചനമാണ്. The word of God that we read from does fulfill everywhere. ആമേൻ. Amen. ഇന്ന് പകൽക്കാലവും ഇന്ന് പ്രസ്താവിക്കപ്പെടുന്ന ദൈവവചനത്തിന് ശക്തിയുണ്ട്. The word of God that we proclaim from has its own power. അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. The power of the Holy Ghost moves through that word. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ആര് പ്രസംഗിക്കുന്ന നല്ല വിഷയമാണ്. It doesn't matter who preaches from this ഇന്ന് word. പകൽക്കാലം ആരാ വായിക്കുന്ന നല്ല It doesn't വിഷയമാണ്. matter who reads from this word. ദൈവവചനത്തിന് ശക്തിയുണ്ട്. The word of God has its own power. ദൈവവചനത്തിന്റെ ശക്തിക്ക് The power of the word of God ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ it can സാധിക്കും. transform lives. എന്നാൽ വിശ്വസിക്കുന്നവരുടെ മേല് Those who believe on ആ it, ദൈവവചനം വിശ്വസിക്കുമ്പോൾ when you believe on this word, അവരുടെ മേൽ വലിയ ദൈവപ്രവൃത്തിയായി മാറുകയാണ് ചെയ്യുന്നത്. this word of God becomes a transforming power. യേശു ക്രിസ്തു തന്റെ സ്വന്തം നഗരമായ നസ്രയത്തിൽ ശുശ്രൂഷിക്കാൻ നോക്കുവാണ്. Jesus is ministering in his own land of Nazareth. എന്നാൽ വളരെ അവിശ്വാസം നിറഞ്ഞ ഒരു കൂട്ടരുടെ മധ്യത്തിലാണ്. But he is staying, living among a people who do not believe. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, We must understand. കായിക ലോകത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ When we look in the athletic world, ആ സ്തോത്രം, അവനവന്റെ സ്വന്തം കൺട്രിയിലോ സ്വന്തം പട്ടണത്തിൽ വന്നൊരു കളിക്കാരൻ കളിക്കുമ്പോൾ when an athlete plays in his own land or his own town, തനിക്ക് കോർട്ടിന്റെയും കൺട്രിയുടെയും ഭയങ്കര അഡ്വാൻറ്റേജ് തനിക്കുണ്ട്. he has the home court advantage. കാരണം താൻ വളർന്നതും താൻ പരിശീലിച്ച ഇടങ്ങളിലാണ് താൻ കളിക്കാൻ പോകുന്നത്. Because he is playing in a land where he has practiced. അത് കൂടെ കായിക കാണാൻ വരുന്ന കാണികൾ തന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആഹ്ലാദിച്ചോണ്ടിരിക്കുകയാണ്. And the spectators are their fans and they're supporting them. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. Oh, so there is a home court advantage. അതിനെ മൊത്തം മാക്സിമൈസ് ചെയ്തെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു. And those athletes try to maximize those potential. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ യേശു ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചത്. When Jesus tried to minister in his hometown, that's not what happened. യേശു തന്റെ സ്വന്തക്കാരുടെ മധ്യത്തിൽ വന്നപ്പോൾ, When he came to his own, യേശു തന്റെ ദേവാലയത്തിൽ ചെന്നപ്പോൾ, when he came to his own synagogue, അവൻ അവിടെ തിരുവെഴുത്തുകൾ വായിച്ചപ്പോൾ when he read from the word of God, ജനം അതിശയിച്ചു നിന്നു. people were amazed. കാരണം ഈ പറഞ്ഞ വാക്കുകള് These words that he read ഇവൻ over, തന്നെയാണോ പറയുന്നത്? are they questioning, is it he? ഇന്നലെ വരെ ഇവൻ നമ്മുടെ നടുവിലല്ലയോ വളർന്നത്? Wasn't he the one that was raised up within ഇന്നലെ us? വരെ അവൻ യോസേപ്പിന്റെ മകനായിട്ടല്ലയോ Until ജീവിച്ചത്? yesterday, wasn't he the son of Joseph? അല്ല, അവൻ ആരാ നമ്മളോട് വചനം Who is ഉപദേശിക്കുവാൻ? he to teach us from the word? അവന്റെ മേൽ എന്താണ് അധികാരം കിട്ടിയിട്ടുള്ളത്? What type of authority has been given to him? എന്നാൽ യേശു പറഞ്ഞു, But Jesus is saying, അധികാരം കിട്ടിയോ ഇല്ലയോന്നോ? the question is not if you have the authority. അല്ലല്ല, നിങ്ങളുടെ അംഗീകാരം കിട്ടിയോന്നോ ഇല്ലയോന്നല്ല എന്റെ വിഷയം. It's not that if I am recognized by you or not. വായിച്ച തിരുവെഴുത്ത് ഇന്ന് നിവൃത്തിയായിട്ടുണ്ട്. The word that I read has been fulfilled today. It ഇന്ന് ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേലും doesn't matter who recognizes it or not. ദൈവവചനം പ്രസ്താവിക്കുമ്പോൾ, When the word of God is proclaimed, ദൈവവചനം വിളിച്ചു പറയുമ്പോൾ, when we say proclaim the word of God, ദൈവവചനത്തിന് ഒരു ശക്തിയുണ്ട്. the word of God has its own power. ദൈവവചനത്തിന്റെ ശക്തിയിൽ Power of the word of God. അത്ഭുതങ്ങൾ നടക്കും. There will be miracles. വീര്യപ്രവർത്തികൾ Wondrous നടക്കും. works will happen. ഭൂതങ്ങൾ വിട്ടുപോകും. The demonic powers will flee. ആമേൻ. Glory to God. Glory to അതിന്റെ അർത്ഥം എന്താണ്? Do you know what that means? തടസ്സങ്ങളെ എല്ലാം ദൂരീകരിക്കുക ചെയ്യുന്നത്. Oh, he is removing all the വളരെ obstacles. തടസ്സങ്ങളുണ്ട്. Many obstacles എന്നാൽ ഈ waiting for him. തടസ്സങ്ങളെ ജയിക്കുവാൻ Or to overcome these ദൈവം obstacles. ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. God has given you an anointing. ആമേൻ. Amen. സ്തോത്രം. Glory to God. ഇവിടെ അതിന് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. And we see an example here. ഒരു വൈദ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Talking about a physician. അവൻ അവരോട്, ആ വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക ആ. എന്നുള്ള പഴഞ്ചൊല്ലും കബർന്നഭൂമിയിൽ ഉണ്ടായി കേട്ടതെല്ലാം ഈ നിന്റെ പിതൃനഗരത്തിൽ ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. യേശു പറയുക, നിങ്ങൾ എന്നോട് പറയാൻ പോ, ഇവിടുത്തെ ഒരു പഴഞ്ചൊല്ല് പറയാൻ പോവാണ്. Jesus is saying, you're about to say a proverb of this land. ഒരു വൈദ്യൻ ഉണ്ടായിട്ട് A physician, him being a physician, നീ നിന്നെ തന്നെ സൗഖ്യമാക്കുകയാണ്. that you heal yourself. ഈ വൈദ്യനെ കുറിച്ച് ഒരു പക്ഷേ മറ്റു നാടുകളിൽ വലിയ പേരായിരിക്കാം. This physician might be acclaimed in other places. അല്ലെങ്കിൽ ഈ വൈദ്യൻ വളരെ സൗഖ്യമാക്കുന്ന He വൈദ്യനായിരിക്കാം. could be one that could give healing to many. പക്ഷെ തന്റെ ജീവിതത്തിലുള്ള രോഗത്തെ തനിക്ക് ചികിത്സിക്കാൻ പറ്റുന്നില്ല. But he is unable to heal his own needs.
ആമേൻ. Hallelujah. പല രോഗികളെ കാണുന്നുണ്ട്, He sees many sick people, പക്ഷെ താനും ഒരു രോഗിയാണ്. but he himself is also an afflicted നിങ്ങൾ ഓർത്ത് person. നിങ്ങൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോവുക, Imagine you going to a doctor. ആ ഡോക്ടർ നിങ്ങളെ കാണുമ്പോൾ When that doctor sees you, നിരന്തരം അങ്ങ് ഡോക്ടർ ചുമച്ചുകൊണ്ടിരിക്കുക. that doctor is coughing non-stop. ചികിത്സ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ പറയും, Without getting the diagnosis, നിങ്ങൾ പറയും വേണ്ട. you'll say this is enough. അല്ല, പേര് കേട്ട ഡോക്ടറാ, It's an acclaimed doctor. ഭയങ്കര ഡിഗ്രി ഉള്ളതാ. They might have lots of degrees. ഇതെല്ലാം നിലവിൽ ശരിയായിരിക്കാം, True, that might be all true. പക്ഷെ തന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു രോഗം ഉള്ളതുകൊണ്ട് തന്റെ ചികിത്സ അംഗീകരിക്കാൻ But പറ്റുന്നില്ല. because he's Slow down, slow afflicted right now, they're not able to take the Hallelujah, medicine that he might prescribe. അല്ലെങ്കിൽ നല്ല ഡോക്ടറെ, ചുമയൊന്നും ഇല്ലെന്ന് വിചാരിച്ചോ, Imagine this doctor does not cough. പക്ഷെ തൊലിയിൽ മൊത്തം ഒരു റാഷും അതും ഇതൊക്കെയാ, നമ്മളെ തൊടുമ്പോ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. He has rashes all over his body that are very visible, that you don't feel like approaching that person. ഞാൻ ഡോക്ടർ അല്ലേലും Though I'm not a doctor, ആ തന്റെ ശരീരത്തിലെ ഒരു കുറവ് കാണുമ്പോൾ when I see a shortcoming in that person's body, എനിക്ക് തന്റെ നല്ല ചികിത്സ പോലും എടുക്കുവാൻ എന്നെ കൊണ്ട് എന്റെ ശരീരം സമ്മതിക്കുന്നില്ല. my physical nature does not allow me to take the prescriptions they prescribe. ആമേൻ. Hallelujah, Jesus. കർത്താവ് പറയുവാണ്, Jesus is saying, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ എന്നെ കാണുന്നതും കൊണ്ട് സ്തോത്രം, നിങ്ങളിലുള്ള അവിശ്വാസമാണ് വളരുന്നത്. because what you see me, because of the way you see me, because of that doubt is entering you. നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ വളർന്ന സാഹചര്യമാണ്. Your perception is how I grew up. ഞാൻ വളർന്നത് ഒരു തച്ചന്റെ I കുടുംബത്തിലാണ്. grew up in a family of a എന്റെ carpenter. അപ്പൻ യൗസേപ്പാണ്, My father was Joseph. എന്റെ അമ്മ My മറിയയാണ്. mother is Mary. ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം എല്ലാം അറിയാം. Looking, you know our background, family ഇന്ന് ഞാൻ background. കേറി ദേവാലയത്തിൽ കയറിയിട്ട് But when I entered the temple നിങ്ങളോട് today, ഉപദേശിക്കുമ്പോൾ, as I teach you from this നിങ്ങളോട് word, വചനം when പറയുമ്പോൾ, I preach from this word, വചനം വിസ്മയം കൊള്ളയിപ്പിക്കുന്നതാണെങ്കിലും though the word amazes you, ഹല്ലേലൂയ, പക്ഷെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. but you're not able to ഈ receive that വരുന്ന word. പാത്രത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. We cannot use we cannot accept the ഞങ്ങളുടെ vessel. കണ്ണുകൾ ഇപ്പോഴും പതിഞ്ഞിരിക്കുന്നത് Our eyes are still shut. ഹല്ലേലൂയ, ആശാരിപ്പണി ചെയ്ത് ജീവിച്ച ഒരു കുടുംബത്തിലെ ഒരു പയ്യനായിട്ടാണ് നിന്നെ കാണുന്നത്. We see you as a son of a carpenter. ഞങ്ങളുടെ മഹാപുരോഹിതന്മാരെ നോക്കിക്കേ, Look at our chief priests. ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങളുടെ വചന ഉപദേഷ്ടാക്കന്മാരെ നോക്കിക്കേ, Look at the teachers of the word of God. അവരുടെ ജീവിതം നോക്കിക്കേ, Look at their lifestyle. അവരുടെ വസ്ത്രം തന്നെ Look നോക്കിക്കേ, at their clothing. അവർക്ക് കെട്ടിയിരിക്കുന്ന അംഗീകാരങ്ങൾ Look നോക്കിക്കേ. at the recognitions അത് acclaimed. കാണുമ്പോഴേ നമുക്കറിയാം Oh, looking at that, we know ഇവര് ഇതിനു വേണ്ടി ഉള്ളവരാണെന്ന്. that they belong to these types of പക്ഷെങ്കിൽ duties. നിന്നിൽ മറ്റൊരു വ്യത്യസ്തത കാണുന്നുണ്ട്. But we see something different. ഈ വസ്ത്രവും ഇതൊന്നും ഇല്ലെങ്കിലും Though we don't see the apparel, നിന്നിൽ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. we see miracles happening in your life. ആമേൻ. Hallelujah. Glory to God. Glory to God. നീ വചനം വായിക്കുമ്പോൾ When you read the word of God, പള്ളിയിലുള്ളവരുടെ കണ്ണ് നിന്നിലേക്ക് തിരിയും. the Hallelujah. eyes of the people will be put upon you. സ്തോത്രം. Hallelujah. Glory. നിന്റെ വചനം കേൾക്കുമ്പോൾ When they hear the word, കിടക്കുന്നവൻ രോഗക്കിടക്കയിൽ നിന്ന് ചാടി the എഴുന്നേൽക്കും. one that is afflicted, lying down in the bed, will rise up. സ്തോത്രം. Hallelujah. Amen. Jesus. നിന്റെ ഒരു വാക്ക് അയക്കുമ്പോൾ When you Glory. send forth the word, ആ നാഴികയിൽ അവിടെ Sotram. സൗഖ്യം വ്യാപിക്കും. in that time or in that hour, there will be healing. Glory. Hallelujah. Hallelujah. നീ സാധാരണക്കാരനല്ല. You're not an ordinary person. നിന്റെ പ്രവൃത്തി അസാധാരണമാണ്. Your work is impossibilities. പക്ഷെ നിന്റെ പശ്ചാത്തലം ഞങ്ങൾ നോക്കുമ്പോൾ But when we look at your background, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. we are not able to receive or accept. മറ്റ് പട്ടണത്തിൽ ചെന്നാൽ ഒരു പക്ഷേ അംഗീകരിക്കാം. The other town, people from the other town might receive from you. ഈ നിലവിൽ ഇതെല്ലാം സത്യമാണെങ്കിലും Though they are true, ആ വൈദ്യനെ പോലെ നിന്റെ ചികിത്സ ഞങ്ങൾക്ക് വേണ്ട. like equivalent to how we see a physician, we don't want to receive from you. ഞങ്ങൾ നിന്നെ കാണുന്നത് അതുപോലെ അല്ല. Our perception of you are not the same. സ്തോത്രം. Sotram. 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 Glory to God. Glory to God. പലപ്പോഴും നമ്മുടെ ധാരണകളൊക്കെയും ദൈവവചനത്തിന്റെ മുമ്പാകെ നമ്മളൊന്ന്
തിരുത്തേണ്ടി വരും. Many times our opinions must shift when we approach to the word of God. ദൈവത്തിന് ആരെ വേണമെങ്കിലും ഏത് നിമിഷത്തിലും വേണമെങ്കിലും ഉപയോഗിക്കാം. God can use you at any moment, anyone at any moment. ഇന്നലെ വരെ ചുമ്മാ ഓടി നടക്കുന്നവനായിരിക്കാം. Up until yesterday, this person was just running around. ഇന്നലെ വരെ എല്ലാ കുഴുത്തക്കേടും വഴക്കിനകത്തും ഇടപെടുന്ന വ്യക്തിയായിരിക്കാം. This person could have been caught up in every type of activity. പക്ഷേ യേശു അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയാലുണ്ടല്ലോ, When Jesus transforms their life, അവന്റെ ജീവിതം കംപ്ലീറ്റ്ലി മാറിപ്പോവാണ് they ചെയ്യുന്നത്. transform their life altogether. സ്തോത്രം. അവനെ കംപ്ലീറ്റ്ലി ദൈവം അങ്ങ് മാറ്റിയെടുക്കുകയാണ്. God will transform him completely. സ്തോത്രം. ദൈവത്തിന്റെ കരം അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാണ്. The hand of God is revealed in his life. കാരണം എന്താണെന്നറിയാമോ? Do you know why? സ്തോത്രം. കർത്താവ് അവന്റെ ജീവിതത്തിലുള്ള എല്ലാ ഇടർച്ചകളെ അങ്ങ് മാറ്റിയെടുക്കുക The ചെയ്തു. Lord takes out all the stumbling blocks in his life. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പറയുന്നു. Next, he speaks about a prophet. ഒരു പ്രവാചകനും ആ തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഒരു പ്രവാചകൻ പ്രവചിക്കുമ്പോൾ, പിതൃഭവനത്തിൽ പ്രവചിക്കുമ്പോൾ, ആ പിതൃനഗരത്തിൽ പ്രവചിക്കുമ്പോൾ പറയും ഇവനെല്ലാം അറിഞ്ഞിട്ടാ പറയുന്നത്. When a prophet prophesies in his own land or his father's land, they will say he knows all the background and that's why he's prophesying. എന്നാൽ ഇവൻ പ്രവചിക്കുന്ന അങ്ങനെ അല്ലെന്നേ. Jesus is not prophesying നിന്റെ likewise. വീട്ടിലത്തെ വിവരങ്ങളോ അയൽവക്കക്കാരനിൽ അറിഞ്ഞിട്ടല്ല പ്രവചിക്കുന്നത്. It's not that he has knowledge from the neighbors or other people. ഇവൻ പ്രവചിക്കുന്നത് മറ്റൊന്നാണ്. He prophesies another ദൈവ level. രാജ്യത്തെ കുറിച്ചാണ് He പ്രവചിക്കുന്നത്. prophesies about the kingdom of ഇവൻ God. പ്രവചിക്കുന്നത് എന്നാണെന്നറിയാമോ? Do you know what he prophesies തന്നെ over? കുറിച്ച് തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ എടുത്താണ് ഇവൻ He പ്രവചിക്കുന്നത്. takes the word of God and applies into life. ഹാലലൂയ. നാട്ടുകാര്യങ്ങളല്ല അവൻ He's പറയുന്നത്. not talking about the things that go around in the സ്തോത്രം. അവൻ town. പറയുന്നത് He says യെശയ്യാവ് എഴുതിയവൻ ഞാൻ എഴുതിയത് എന്നെ കുറിച്ചാണ്. in Isaiah, what has been written has been about me. ഹാലലൂയ. ഈ സദ്വാനമാർത്താൻ പുറപ്പെടുവിക്കുവാൻ Oh, to preach of this good news. ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വന്നിട്ടുണ്ട്. Spirit of God has been is upon me. ഹാലലൂയ. Glory to God. Glory to God. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് നമ്മളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ തിരുവെഴുത്തുകളിൽ കാണാൻ പറ്റുന്നുണ്ട്? How many of you could see yourself as part നിന്റെ of the വാഗ്ദത്തങ്ങൾ prophetic word? തിരുവെഴുത്തിനകത്ത് കിടപ്പുണ്ടെന്ന് നിനക്കറിയാമോ? Do you know your promises are in this word of നീ God? വചനം വായിക്കാൻ നീ അതെങ്ങനെ മനസ്സിലാക്കും? How would you know if you don't read from this നിന്റെ word? വചനം നിന്റെ ഹല്ലേലൂയ സ്തോത്ര അനുഗ്രഹത്തെ നീ ക്ലെയിം ചെയ്തെടുക്കണം. You must claim the blessings of your life. യേശു ഹല്ലേലൂയ അവിടെ വന്നിട്ട് പറഞ്ഞു, Jesus comes ഈ there and വായിച്ച says, വേദഭാഗമുണ്ടല്ലോ, the word that you read of, ഹല്ലേലൂയ അബദ്ധവശാൽ വായിച്ചതല്ല. you didn't read it ഇത് accidentally. നിയോഗപ്രകാരമായി വായിച്ചത്. This was read under ഇന്ന് an പകൽക്കാലം unction. മനസ്സിലാക്കിക്കണം. Today you must ഏത് understand. പാട്ടായിക്കോട്ടെ, Doesn't matter which ഏത് song, വചനമായിക്കോട്ടെ, doesn't matter which word, പ്രസ്താവിക്കപ്പെടുമ്പോൾ but it's proclaimed. ദൈവാത്മാവിന് അതിന്റെ പിന്നാലെ ഒരു നിയോഗമുണ്ട്. The Holy Ghost has an unction behind ദൈവത്തിന്റെ it. നിയോഗത്തിന്റെ പിന്നാലെ Behind the unction of the ഒരുവൻ Holy Ghost, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ when one surrenders, ആത്മാവ് അവനെ എടുക്കാൻ the പോവാണ്. Holy Ghost takes over that person. ആമേൻ. Hallelujah. ഹല്ലേലൂയ. ഒരു അസാധാരണ ശക്തിയാണ് വ്യാപരിക്കുന്നത്. Oh, an almighty power ദൈവജനമേ, comes ദൈവ upon you. വാക്കുകൾ ഉച്ചരിക്കണം നിങ്ങൾ. Oh, that you must speak out the words. ദൈവവചനം വായിക്കുന്നത് അധികാരത്തോടെ ഉച്ചരിച്ച് പ്രാർത്ഥിക്കണം. When you read from the word of God, read it നീ in its power വചനത്തെ and ഉച്ചരിച്ചോണ്ട് authority. പ്രാർത്ഥിക്കുമ്പോൾ When you read and proclaim നിന്റെ the word, അന്തരീക്ഷത്തിൽ ഒരു ഷിഫ്റ്റ് വരും. the atmosphere will shift. നിന്റെ വീട്ടിലെ അന്ധകാരത്തിന് ഒരു വെളിച്ചം All the പ്രകാശിക്കാൻ തുടങ്ങും. darkness at your home will shift. അല്ല, ട്യൂബിന്റെ ലൈറ്റ് ഇട്ട് സ്വിച്ച് ഓൺ ആക്കുന്ന കാര്യമല്ല ഞാൻ I'm പറഞ്ഞത്. not talking about turning off a light or ഇരുട്ടിന്റെ turning it on. പോരുകളെ നശിപ്പിക്കണമോ? To take down the powers of പൈശാചിക darkness. ബന്ധനങ്ങളെ തകർക്കണമോ? Oh, you must bring down the ഇന്ന് powers of പകൽക്കാലം evil. ദൈവവചനം ഉദ്ധരിക്കാൻ Oh, you must proclaim the word of God. നസറേത്തിൽ അംഗീകരിക്കാത്ത ഒരു കെട്ട് അവിടെ Oh, കിടപ്പുണ്ടായിരുന്നു. in Nazareth there was a power that would not accept the word. ഹല്ലേലൂയ. നസറേത്തിൽ ഒരു കെട്ട് കിടക്കുന്നത് Oh, there was a bondage in Nazareth. യേശുവിനെ കൊന്നുകളയുവാൻ വല്ലവരെ തെറ്റാണ്. This bondage was there to kill ഇന്ന് Jesus. പകൽക്കാലം നീ ഓർത്തോണം, Today you must നീ understand. പാർക്കുന്ന പട്ടണത്തിൽ പോലും In
the land that you reside. നീ വാഴുവാൻ അനുവദിക്കാത്ത വിധത്തിൽ, This power will not let you reign നിന്റെ there. വേരുറപ്പിക്കുവാൻ അനുവദിക്കാത്ത Will വിധത്തിൽ, not let you be rooted up there. ദേശം വിടുവിപ്പിക്കുവാൻ നോക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. The powers that will try to stop you from redeeming that land. അതിന്റെ മധ്യത്തിൽ നിന്നെ പിടിച്ചു നിർത്തുന്നത് എന്തുണ്ടെങ്കിലുണ്ടല്ലോ, Do you know what makes you അത് sustain in that land? ദൈവവചനത്തിലുള്ള അധികാരമാണ്. It's in the authority നീ given by the word ദൈവവചനം of God. വായിക്കും തോറും, As you read from the നീ word, വചനം ഭക്ഷിക്കും തോറും, as you eat from this അത് word, നിന്റെ വേരുകളെ ഉറപ്പിക്കുകയാണ് it ചെയ്യുന്നത്. will root you deep into the places. ആമേൻ. ബുദ്ധിമാനായ മനുഷ്യൻ പാറമേൽ അടിസ്ഥാനമിട്ട പോലെയാണ്. It's like the wise man who put his foundation on the rock. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ മേൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴം വെളിപ്പെടുമ്പോൾ When the depths of the word of God will be revealed in your അവിടെ life, വരുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. when that happens, the power of the Holy Ghost comes there. കഥ വേണമെങ്കിൽ വായിച്ചു വിടാമാ, Or we could read stories പക്ഷെ together. ദൈവവചനം കഥ മാത്രമല്ല But the കിടക്കുന്നത്. word of God is just not a story. ദൈവവചനം ഉപമകൾ മാത്രമല്ല, It's not just parables. ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ മാത്രമല്ല, It's not good words to give you life. ഓരോ ദിവസം ജീവിക്കുവാൻ വേണ്ടിയുള്ള Or for you to sustain each day. പുതുബലവും പുതുശക്തി ഇതിനകത്ത് കിടപ്പുണ്ട്. There's a new strength and a power in it. ഇന്നലത്തെ മഞ്ഞ പോലെ അല്ല ഇന്നത്തെ മഞ്ഞ. Oh, yesterday's manna is not today's manna. നിന്റെ മരുഭൂമിയിൽ നിന്നെ പിടിച്ചു നിർത്തണമോ? For you to sustain in your ഈ desert life. തിരുവെഴുത്ത് നീ വായിക്കുമ്പോൾ As you read from this word, നിന്റെ കുടുംബത്തിൽ നിവൃത്തിയാകേണ്ടത്, oh, what should be revealed in your life? നമ്മുടെ ദൈവസഭയിൽ What നിവൃത്തിയാകേണ്ടത്, should be revealed in this church? പട്ടണത്തിൽ What നിവൃത്തിയാകേണ്ടത്, should be revealed in this town? പരിശുദ്ധാത്മാവ് നിവൃത്തിയാക്കാൻ പോകുക. Holy Ghost will equip you and utilize you. Amen. Amen. Glory to God. Glory to ഹല്ലേലൂയ. God. സ്തോത്രം സ്തോത്രം. ജീവിതത്തിൽ In your life, ദൈവവചനം ഉറക്കെ പ്രസ്താവിക്കുന്നവരെ ഞാൻ വെറുതെ കണ്ടിട്ടുണ്ട്. I have seen who would proclaim out loud the word of God. ചുമ്മാ വഴിത്തെഴുവിൽ നിന്നുകൊണ്ട് വേദോസ്തം ഉറക്കെ അങ്ങ് വായിക്കുന്നവർ. They will stand in the corners of the street and read out the word. ഒന്നും പ്രസംഗിക്കുന്നൊന്നുമില്ല. They're not even preaching. ചുമ്മാ ദൈവവചനം എടുത്തങ്ങ് ഉറക്കെ അങ്ങ് വായിക്കുക. They're taking the word of God and reading it out loud. പിൽക്കാലങ്ങളിൽ ദൈവം അവരുടെ തലമുറകളെ മാനിച്ചു കേട്ടോ. The Lord utilized their generations. അവരുടെ കഴിവ് പ്രസംഗിക്കാൻ ഒന്നുമില്ലായിരുന്നു. They were not equipped to preach. അവരുടെ ഒറ്റ കൃപ ഇതേ ഉള്ള ദൈവവചനം ഉറക്കെ അങ്ങ് വായിക്കുക. They only had one ability, just to read out the word of God. അവിടുത്തെ ദേശത്തെ അന്ധകാര ശക്തികളെ അവർ പൊട്ടിച്ചു. They were able to break down the evil powers of that ദേശാധിപതി land. ശക്തികളെ പൊട്ടിച്ചു. They were able to take down the principalities and powers of കാരണം that എന്നാന്നറിയാമോ, town. ഈ വചനത്തിൽ ശക്തി ഉണ്ടായിരുന്നു. Because the word of God had നീ power. വായിക്കുന്ന ദൈവവചനത്തിൽ ശക്തിയുണ്ട്. The word that you read has power. നസ്രത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം. നസ്രത്തിലുള്ളവനെ കൊണ്ട് ഒരു അത്ഭുതം ചെയ്താൽ അത് വിശ്വസിക്കാത്ത ഒരു പട്ടണമായി മാറി. Oh, Nazareth became a town that though you did perform miracles, people will not still believe. നസ്രത്തിൽ ഒരു പ്രവചനം പ്രവചിച്ചാൽ ആ പ്രവചനത്തെ കള്ളപ്രവചനം എന്ന് പറയും. The town of Nazareth, if there was a prophecy, they will say this is a false prophecy. ഹല്ലേലൂയ. Amen. Glory to God. Glory to God. അപ്പോ കർത്താവ് വേറെ ഒരു ഉപമ അവരോട് പറഞ്ഞു. Now Jesus uses another parable. നിങ്ങൾ ന്യായപ്രമാണം എടുത്ത് നമുക്ക് നോക്കാം. Let's look through the scriptures. സ്തോത്രം. ന്യായപ്രമാണത്തിൽ ഇങ്ങനെ പറഞ്ഞു. In the scriptures it said likewise. സ്തോത്രം. നോക്കിക്കേ, സ്തോത്രം. വായിച്ചാട്ടെ 25 മുതൽ Verses 25 onwards. Luke chapter 4:25. ഏലിയാവിന്റെ കാലത്ത് ഏലിയാവിന്റെ കാലത്ത് ഏകദേശം 3 ആണ്ടും 6 മാസവും നടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്ക് അല്ലാതെ അവരെല്ലാവരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. എന്തുകൊണ്ട്? പ്രവചനം തെറ്റെങ്കിൽ സറാഫാത്തിലെ ആ സീദോനിലെ ഒരു വിധവയുടെ വീട്ടിൽ മാത്രമേ അയച്ചുള്ളൂ. If this prophecy was false, why did this come true in one place in the land of Sidon? ആ വീട്ടിലുള്ളവർ അവസാനത്തെ അട ചുട്ട് തിന്ന് മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. That home they were about to take the last loaf of bread and go to have their pride to get എത്രയോ going back. ആഹാരമുള്ള വിധവമാരുടെ വീടുണ്ടായിരുന്നു. There were so many widows that had food. അവിടെയോട്ട് എന്താ അയക്കാഞ്ഞത്? Why wasn't the prophet sent there? അല്ല, ക്ഷാമം ദേശത്തുണ്ട്. Though there was a famine in the land. പക്ഷെ ഈ വിധവയെ തന്നെ എന്തുകൊണ്ട് ദൈവത്തിന് ആഗ്രഹം? But why did God zero in this one widow? അവിടെ നിനക്ക് വേണ്ടിയുള്ള ഒരു ആഹാരം മാത്രമല്ല അവിടെ ഉള്ളത്. It's just not the provision for your food. Oh, glory.
hungry. അവിടെ ചെന്നപ്പോൾ അറിഞ്ഞത് അവിടെ ആഹാരം ഇല്ല. Going there, the prophet understood they did not have food. പ്രവാചകനോട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറഞ്ഞു ഏലിയാവിനോട്. God told prophet Elijah to go there. അവിടെ ചെന്നപ്പോ നോക്കിയപ്പം ആകെ ഒരു പിടി മാവേ ഉള്ളൂ. That they only had a handful of flour. സ്തോത്രം. നിനക്കുള്ള ആഹാരം അവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. God told him, your portion is there. ഈ ഒരു പിടിക്കകത്ത് എവിടെയാ ഉള്ളത്? How much could I have in this just a small handful of portion? എന്തുകൊണ്ടാ ഈ ഒരു വിധവയുടെ അടുത്ത് അയച്ചെന്ന് അറിയാമോ? But do you know why God sent to that widow? പല വിധവകൾ അവിടെ ഉണ്ടെന്നേ. There are many widows. പക്ഷെ ഇവിടെ ജീവൻ കൊടുക്കാനാ വന്നിരിക്കുന്നത്. But here he was sent to give life. ഹല്ലേലൂയ. മറ്റു വിധവമാരുടെ വീട് ഉണ്ടെങ്കിലും There were many widows. ഇവളുടെ അവസ്ഥ അറിഞ്ഞത് ഒരു ദൈവാത്മാവുണ്ട്. But there is a spirit of God that understood her ഈ problem. വീടിന്റെ അവസ്ഥ അറിഞ്ഞ ഒരു There is a ദൈവാത്മാവുണ്ട്. God that understood the problem of that home. പല വിധവമാരുണ്ടെങ്കിലും Though there are many widows, അതിനെ ഞങ്ങൾ നിരസ്കരിക്കുന്നില്ല. we are not rejecting them. പക്ഷെങ്കിൽ വളരെ അർജന്റ് ആയിട്ട് വരേണ്ട ഒരു വീടുണ്ട്. There is a house that is of much urgency. ആ ഏലിയാവേ നിനക്ക് വിശപ്പുണ്ട്, സത്യമാണ്. Elijah, you are hungry, surely. പക്ഷെ അതിനെക്കാട്ടിലും മരണം എന്ന് കാത്തു നിൽക്കുന്ന ഒരു വീട് അവിടെയുണ്ട്. But there is a home that is approaching to its demise. അവിടെ ഒരു പിടി മാവേ ഉള്ളൂ. They only have a handful of flour. ഈ ഒരു പിടി മാവ് കഴിച്ചിട്ട് ഏലിയാവിനെ വിട്ടാ പോരായിരുന്നോ? Oh, shouldn't Elijah have been fed first and then sent there? ഹല്ലേലൂയ. അല്ലല്ല, ഈ ഒരു പിടി മാവ് അമ്മയും മകനും കൂടെ കഴിച്ചിട്ട് പിന്നെ ഏലിയാവിനെ വിട്ടാ പോരായിരുന്നോ? Oh, shouldn't the widow and the son have had their food first and then God sent Elijah? അത്ഭുതം നടക്കണമെങ്കിൽ അതിനു മുമ്പ് ചെല്ലണം. No, ഹല്ലേലൂയ. miracle should happen prior to that. നിന്റെ ലാസ്റ്റ് പിടിക്കകത്താണ് നിന്റെ അത്ഭുതം Your കിടക്കുന്നത്. miracle is in your last portion. നിന്റെ ഭരണിക്കകത്ത് കിടക്കുന്ന അവസാനത്തെ പിടിയുണ്ടല്ലോ, Oh, that last portion in that നീ അത് flour. തൂത്തുവാരി എടുക്കുമ്പോഴുണ്ടല്ലോ, As you gather that together, അതും കൊണ്ട് തീരാൻ പോകുന്നില്ല. it doesn't end there. അയൽവക്കക്കാർക്ക് അറിയത്തില്ല. Oh, your neighbor might not know. The next widows might not പക്ഷെ know. ദൈവിക മാനം ദൈവാത്മാ പറയുന്നവൻ അറിയാം. But the one that is anointed by the Holy Ghost ഞാനൊരു knows. വീട്ടിൽ കാലുകുത്തിയാലുണ്ടല്ലോ. When I stepped into a home, സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ഓ, റീബല, ബല, 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 ബല. നിന്നെ ദൈവം ഒരു വ്യക്തിയെ കാണിച്ചു തന്നാലുണ്ടല്ലോ, when the Lord shows you a person, നീ ആരുമായിട്ട് ഒരു വ്യക്തിയുമായിട്ട് ദൈവം ഒരു ബന്ധം കൊണ്ടുവന്നാലുണ്ടല്ലോ, when you come in contact with another person, ഒരു ബൈപാസർ അല്ല, ബൈസ്റ്റാൻഡർ അല്ല, oh, they are not just a bystander there. അത് ഡിവൈൻ അപ്പോയിന്റ്മെന്റ്. It has been divinely ordained. ഒരു മുൻപരിചയവുമില്ല. Oh, you did not know them before. മുൻപേ ഒന്നും You അറിയത്തില്ലായിരിക്കാം. might have not even known പക്ഷെ them. പരിശുദ്ധാത്മാവിന്റെ സമയമാകുമ്പോഴല്ലോ Appointed time of the Holy Ghost. ഡിവൈൻ കണക്ഷനുകൾ ദൈവം Oh, the തരുന്നു. Lord will give you divine connection. സീദോനിൽ ഒരു ദൈവപ്രവൃത്തി The നടക്കണം. move of God in Sidon. സീദോനിൽ ക്ഷാമകാലത്ത് ഒരു ദൈവപ്രവൃത്തി In the time നടക്കണം. of famine, there is a move of God. അപ്പമില്ലാത്ത വീട്ടിൽ അപ്പം In a ഉണ്ടാകണം. home when there was no food, there will be food. ഹല്ലേലൂയ. അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ Oh, for the move of God to happen ദൈവം there. ഏലിയാവിനെ അയച്ചത് God, the reason God sent Elijah. ഹല്ലേലൂയ ദൂതും പ്രകാരമാണ്. Oh, he was sent according to the word. Glory to God. Glory to നിങ്ങൾ God. പറയുന്നു പ്രവചനം ഞങ്ങളുടെ നാട്ടുകാരുടെ അടുത്ത് പറയേണ്ടത്. You will say, do not prophesy to our own people. സ്തോത്രം. ഏലിയാവിനെ എവിടെ കിടക്കുന്ന ഏലിയാവിനെ ഓടിപ്പിച്ച ദൈവം സീദോനിൽ അയച്ചെന്നറിയാം. Look at Elijah. He was sent out from his own town into another land. നിങ്ങൾ ഓർക്കൽ അയൽവക്കക്കാരൻ വന്ന് പറഞ്ഞു, സ്നേഹിതൻ വന്ന് പറഞ്ഞ ന്യൂസ് അപ്പുറത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ അത് പ്രവചനമായി മാറുവാണെന്ന്. You don't think that because someone acquainted to one person had said something to the prophet and that is the reason for that prophecy. സീദോന്റെ വലിയ ഹാലിലെ വിധവയുടെ അവസാനത്തെ പിടി മാവ് വരെയും അറിയുന്ന ഒരു സ്വർഗമുണ്ട്. There is a God that knows the last portion of the widow's home. 3 വർഷവും 6 മാസവും മഴ പെയ്തിട്ടില്ല. For 3 years and 6 months there was no rain. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം അറ്റുപോകുമ്പോൾ But everything has gone astray. ഹല്ലേലൂയ ദൂത് വെളിപ്പെട്ടു വരുമോ Oh, the message will come through. ഏലിയാവേ കാക്ക നിന്ന് പോകാമോ? Oh, Elijah, the crow might start coming. ഹല്ലേലൂയ. ഓ, നിന്റെ ഉറവകൾ പറ്റിപ്പോകാമായിരിക്കും. Oh, your streams or springs will go away. പക്ഷെങ്കിൽ അതിന്റെ മധ്യത്തിലും നിന്നെ അയക്കുന്ന ഒരു അത്ഭുതത്തിന് വേണ്ടിയാണ്. But
in that midst you are sent for a miracle. അല്ല, എന്റെ ഉറവകളെല്ലാം തീർന്നു പോയി, But my springs or streams have എന്റെ all gone. റിസോഴ്സ് എല്ലാം തീർന്നു പോയി. All my resources have gone. ഏലിയാവേ, നിന്നെ ദൂത് പറഞ്ഞ അയക്കുന്നത്. Elijah, you are sent നീ with അവിടെ a message. ചെന്നിട്ട് നിനക്ക് നീ അവിടെ ഒരു അത്ഭുതം ചെയ്യാൻ പോവാണ്. You are going to go there and perform a ഇതുവരെ അവൻ miracle. അങ്ങനത്തെ ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. Up until now, I have not seen a miracle like കാക്ക this. അപ്പം കൊണ്ടുവന്നപ്പോൾ അപ്പത്തെ ഒന്നും വാഴ്ത്തി അവൻ മൾട്ടിപ്ലൈ ചെയ്തില്ല. Oh, when the raven came, he didn't bless the food and multiply it. പക്ഷെ സീദോനിൽ ചെല്ലുമ്പോൾ അവിടെ കിടക്കുന്ന അപ്പം അവൻ തിന്നുമ്പോ അവിടെ ഒരു അത്ഭുതം But when ഉണ്ടാകും. he gets into Sidon and when he eats of that bread, it will multiply. ഏലിയാവേ, നീ തൃപ്തിയോടെ ഒരു അട തിന്നുമ്പോൾ Elijah, when you eat satisfied ആ ഭരണിക്കകത്ത് in that portion, എത്ര നിനക്ക് വേണ്ടി എടുത്തോ how much was taken for you അത് സ്റ്റോപ്പ് ആകാതെ without it being ഈ stopped ക്ഷാമകാലം തീർന്നടം വരെയും till the famine is over. ഞാൻ നടത്തുവാൻ വിശ്വസ്തനോ. I am able to take care of them. അല്ല, എന്റെ സ്നേഹിതരെ, ചർച്ചക്കാരെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, My beloved ones, let me ask you, ഏലിയാവ് എങ്ങനെ അറിഞ്ഞു ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നെന്ന്? how did Elijah know there was this one person there? നിങ്ങൾ പറയുന്നു ഞാൻ തച്ചന്റെ മകൻ ഈ നാട്ടിൽ വളർന്നതാണ്, You will say that I am a carpenter's son that was raised here. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ That പ്രവചിക്കുന്നത്. I know all of these things that go around here, അല്ല, and that's why I prophesy. ഏലിയാവിനെ പ്രവചനം കറക്റ്റ് അല്ലെങ്കിൽ എങ്ങനെ അങ്ങോട്ട് അയച്ചു? But if Elijah's prophecy was false, how was he sent there? ആമേൻ. സ്തോത്രം. സ്തോത്രം. ഇന്ന് പകൽക്കാലം Today, ദൈവവചനത്തിൽ ശക്തിയുണ്ട്. the word of God has power. Oh, glory. Glory to Hallelujah. സ്തോത്രം. ദൈവത്തിന് മഹത്വം. നീ പാർക്കുന്ന പട്ടണം അനുഗ്രഹിക്കപ്പെടണമെന്ന് നിന്റെ നിർബന്ധമായി മാറണം. You must be compelled to say, Lord, bless the town that I നീ reside in. പാർക്കുന്ന വീട് അനുഗ്രഹിക്കപ്പെടണം. The home that I am in must be blessed. കഴിഞ്ഞ നാളുകളായി ശത്രുവായവൻ കടന്ന് For the പോരാടിക്കൊണ്ടിരിക്കുക. past few years, the enemy has been നന്മകൾക്കെതിരെ quarreling. പോരാടിക്കൊണ്ടിരിക്കുക. It has been having quarrels with me. അഭിവൃദ്ധിക്കെതിരെ It പോരാടിക്കൊണ്ടിരിക്കുക. has been coming against my മുന്നോട്ട് ഒരു wealth. കാല് വെക്കുമ്പോൾ When I put a foot ആ forward, കാലിനെ ഉറപ്പിക്കുവാൻ He അനുവദിക്കത്തില്ല. won't let me put my ആ head up. അന്ധകാര ശക്തികളുടെ മേൽ ഇന്ന് പകൽക്കാലം ജയമെടുക്കണം. I must have a victory over നിന്റെ those മേൽ evil ദൈവം ഒരു powers. അധികാരം തന്നിട്ടുണ്ട്. The Lord has given me ആ authority. അധികാരം നീ ഉപയോഗിക്കണം. You must utilize that പാമ്പുകളെ authority. തേളുകളെ ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം I have തന്നിട്ടുണ്ട്. given you power to tread upon snakes and scorpions. ഹല്ലേലൂയ. ആ അധികാരം പലരും ഉപയോഗിക്കുന്നില്ല. But many are not utilizing this authority. ആമേൻ. ഹല്ലേലൂയ. Glory to God. കാരണം നമ്മളെ ഒന്നും അത്രയും ബാധിക്കുന്നില്ല. Because this does not apply to us. ദൈവത്തിന് മഹത്വം. നമ്മുടെ ജീവിതത്തിൽ In our life, നമ്മുടെ കരങ്ങൾക്ക് പരിമിതി വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ഉപയോഗിക്കുന്നത്. when our hands have limitations, that's the only time we run to God. സ്തോത്രം. ഇന്ന് ആഹാരത്തിന് ആഹാരമുണ്ടല്ലോ, Today, for food, we could find food. നമുക്ക് പാർക്കാൻ ഭവനമില്ലയോ, We have homes to reside. ജോലി ഉണ്ടല്ലോ, We have occupations where we can work. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. Things are going well. പിന്നെ ഒരു ദോഷവും വരാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് പ്രാർത്ഥിക്കുന്നത്. So the reason I pray is nothing will come against the things that I have. സ്തോത്രം. സ്തോത്രം. ഞാൻ മറന്നുപോയി, ഞാൻ ദൈവത്തിന്റെ ഒരു സ്ഥാനാപതിയായിട്ടാ ദൈവം എന്നെ I നിർത്തിയത്. forgot that I am an ambassador of Jesus Christ. ഞാൻ എത്രയോ സ്വാർത്ഥനായി പോയെന്നറിയാമോ? എന്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നോക്കുന്നത്. Unknowingly, I've become so selfish എനിക്ക് എന്റെ ആഹാരം കിട്ടിയാൽ മതി. that I should only receive what I need. അവങ്ങളുണ്ട്, There are many that are poor. വീടില്ലാത്ത ഒത്തിരി പേരുണ്ട്, There are many that are homeless. രോഗികൾ ഒത്തിരി ഉണ്ട്. There are many that are sick. ശരിയാ, കൊറോണ ഭയങ്കര ബുദ്ധിമുട്ട് വരുത്തുന്നതാണ്. It's true, COVID is expanding everywhere. പക്ഷെ ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ലല്ലോ. But it has not come my way. Man. Glory to God. ഹല്ലേലൂയ. Glory to God. ദൈവജനമേ, സ്തോത്രം. People of സ്തോത്രം. God. പിശാച് വഞ്ചിക്കല്ല നമ്മളെ. The enemy should not deceive അവൻ you. വഞ്ചിക്കുമ്പോഴുണ്ടല്ലോ, When he deceives, സ്തോത്രം, നമ്മുടെ ദൈവിക വാഗ്ദത്തങ്ങളെ എല്ലാം എടുത്തോണ്ട് that പോവാണ്. he takes away the godly promises instilled in you. സ്തോത്രം. സ്തോത്രം. ആമേൻ. നമ്മളിലുള്ള ശക്തി അവൻ ബന്ധിച്ചു കളയും. That he will stop the power that has been given unto you.
നമ്മളിലുള്ള വെളിച്ചത്തെ അവൻ കെടുത്തി He കളയും. will quench the light that is within you. നമ്മളിലുള്ള എണ്ണ അവൻ മോഷ്ടിച്ചു He കളയും. will steal the oil that is given into you. കത്താൻ അവസാനം സമയമാകുമ്പോൾ When it's time to burn or light up, കത്താൻ മേലാത്ത വിധത്തിലായി പോകുന്നു. you will get to a position where you're unable to light. നമ്മുടെ മേൽ ദൈവം ഒരു അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട്. Upon you, God has given an authority. നമ്മുടെ ജീവിതം ജീവിക്കുന്ന ഒക്കെ നല്ലതാണ്, It's good the way you live, പക്ഷെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളണം. but you must sustain for Jesus Christ. പരിശുദ്ധാത്മാവിനെ ഉയർത്തിക്കണം. You must raise up the Holy Ghost. സ്തോത്രം. ഒരു പട്ടണം ദൈവത്തെ അറിയാതെ പോയാലോ, If a town does not know of Jesus, യേശു പറയുന്നു നസ്രത്തിൽ അവിശ്വാസമാണ്. Jesus is saying in the land of Nazareth, people are full of unbelief. നമ്മുടെ പട്ടണങ്ങളിൽ അവിശ്വാസമാണോ ഉള്ളത്? Is people full of doubts and unbelief in our land? ദൈവപ്രവൃത്തിക്ക് എന്താണ് തടസ്സമായി നിൽക്കുന്നത്? What stands against the move of God? ആത്മപ്രവർത്തനക്ക് എന്താണ് തടസ്സമായി What നിൽക്കുന്നത്? stands against the move of the Holy Ghost? അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും എന്താ തടസ്സമായി What നിൽക്കുന്നത്? stands against miracles and wonders? നമ്മുടെ അവിശ്വാസമല്ലയോ? Isn't it our doubts? നമ്മുടെ അവിശ്വാസമാണ്. Isn't it our unbelief? നമ്മളെ എവിടെയോ അനസ്തേഷ്യ തന്ന് കടത്തിയിട്ടുണ്ട്. Somewhere we have been numbed in our life. എല്ലാം കൊടുത്തിട്ടുണ്ട്. Everything has been given. പക്ഷെങ്കിൽ ദൈവാത്മാവായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. But with the Holy Ghost, we have no relation. അല്ല, നിന്നെ പരിശുദ്ധാത്മാവ് വന്ന് നിന്നോടൊന്നും സംസാരിക്കുന്നില്ല. The Holy Ghost is not speaking to you. നീ വചനം വായിക്കുമ്പോൾ നിന്നിലൊന്നും കത്തുന്നില്ല. When you read from the Word of God, nothing is enlightening within you. നിന്റെ മേൽ ആത്മാവിന്റെ ചലനം ഉണ്ടാകുന്നില്ല. The Spirit of God is not transforming within you. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിച്ചോട്ടെ, Let me ask you today, കർത്താവിനോടൊന്ന് ചോദിക്കാൻ പറ്റുമോ? can you ask to God, അവിശ്വാസം കേറിപ്പോയി, Lord, doubts have entered in my life. എവിടെയൊക്കെയോ തഴമ്പ് പിടിച്ചിട്ട് ഇതെല്ലാം അറിയാവുന്നുള്ള ഒരു ചിന്തയായി പോയി. Lord, in areas of my life I have been calloused, thinking I know everything. സത്യത്തിൽ അങ്ങനെയല്ല എനിക്ക് സംഭവിച്ചത്. But God, that's not what happened here. എനിക്ക് സംഭവിച്ചത് സത്യത്തിൽ സ്തോത്രം, ഞാൻ എന്നെ തന്നെ വഞ്ചിക്കപ്പെട്ടവനായി തീർന്നു. Truly, Lord, I have deceived myself. ഇവർ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുവല്ല, അവർ റിജക്ട് ചെയ്യുന്നവരായി മാറി. They turned into a people that rather receiving, they rejected him. അവർ അംഗീകരിച്ചില്ല. They did not recognize him. പകരം അവർ റിജക്ട് ചെയ്യാൻ തുടങ്ങി. Instead, they started rejecting him. നമ്മൾ ഏത് സമയത്ത് ന്യായീകരിക്കാൻ തുടങ്ങുന്നോ അന്നേരം നമ്മൾ കർത്താവിനെ റിജക്ട് ചെയ്യുവാണ്. Do you know when you try to justify yourself is the time when you reject Jesus? നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം, Truly, you might believe in Jesus, പക്ഷെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ റിജക്ട് ചെയ്യാൻ തുടങ്ങും. but unknowingly we are rejecting him. എന്താണ് ഈ തടസ്സങ്ങൾ? What are those hindering blocks? ലോത്തിന്റെ ഭാര്യയെ നോക്കിക്കേ, ഒന്നാമത്തെ തടസ്സം കാണാം. You look at Lot's wife, you will see the first stumbling block. ഒന്നുമില്ലാത്തവളായിട്ടാ വന്നത്. She came without anything. ഒന്നുമില്ലായിരുന്നു. She had nothing when she started her journey. പക്ഷെങ്കിൽ സോദോമിൽ വന്നപ്പോൾ But when she entered into Sodom, പലതും ഉണ്ടെന്നുള്ള ധാരണയായി പോയി. she had this perception she had much. പലതും നേടിയെന്നുള്ളവനായി. She had this perception she accumulated. കൂടാരം നീക്കി അടിച്ചു. Though she started pitching her tent closer and closer. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 26 വാക്യം നോക്കിക്കേ. Look at Genesis chapter 19 verses 20. എങ്ങനെയാ ലോത്തിന്റെ ജീവിതത്തിനെ കംപ്ലീറ്റ്ലി മാറ്റിയെടുത്തത്? The life of Lot started ഒരു transforming. വിശ്വാസത്തിന്റെ
പിതാവായ അബ്രഹാമിന്റെ കൂട്ടത്തിലാ യാത്ര He ആരംഭിച്ചത്. started his journey with the father of faith, Abraham. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അബ്രഹാമിൽ കൂടെ പഠിച്ചിട്ടുള്ളൂ. Whatever he learned from Abraham. പക്ഷെ ലോത്തെ ഇതിന്റെ മധ്യത്തിൽ അവിശ്വാസം നിന്നിൽ എങ്ങനെയാ കയറിയത്? But Lot, how did unbelief enter into your life? വായിച്ചേ 19:26. ലോത്തിന്റെ ഭാര്യ ആ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. നോക്കിക്കേ, ലോത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ഉപ്പുതൂണായി ഭവിച്ചു. Amen. The word of God says, and his wife looked back from behind him, and she became a pillar of salt. നോക്കിക്കേ, ലോത്തിന്റെ ഒപ്പം നിന്നതായിരുന്നു. She stood along with Lot. ലോത്തിന്റെ മുമ്പിൽ ദൂതൻ നിപ്പുണ്ട്. Ahead of him is the angel. പക്ഷെങ്കിൽ ജീവിതത്തിലെ എല്ലാ നിക്ഷേപങ്ങളും സോതോമിൽ കടന്നതുകൊണ്ട് കൈ പിടിച്ച ബലവാനാണ് മറന്നുപോയിട്ട് തിരിഞ്ഞു നോക്കുവാൻ അവിശ്വാസം തന്നിൽ പ്രേരിപ്പിച്ചു. That because of all the things that she or they accumulated, not understanding that who held them is strong, and forgetting that her heart turned back to the land of Sodom. ലോത്തിന്റെ ഭാര്യ മറന്നുപോയി ജീവിതമാണ് ഏറ്റവും വലുത്. Lot's wife forgot that her life is more valuable. തന്റെ ചിന്ത വസ്തുവകകളായിരുന്നു വലുത്. She considered her possessions to be more valuable. തീക്കകത്ത് കത്തിപ്പോകുന്നതാണ് She വലുത്. considered above the things that are about to go into fire. സ്തോത്രം. ലോത്ത് ഇത്രയും സ്നേഹിച്ചിട്ടും Though Lot loved her so much, കൈവിടേണ്ടി വന്നുപോയി. he had to let go. ആമേൻ. ദൈവാത്മാവ് നിന്നെ കൈവിടുന്ന ഒരു നിമിഷം വരല്ല കേട്ടോ. People of God, we should not have a moment in our life where the Holy Ghost lets go of us. പരിശുദ്ധാത്മാവ് നിന്നെ പിടിച്ചു നടത്തിക്കൊണ്ട് വരും. The Holy Spirit guides you. പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. The Holy Ghost leads വചനം you. നിന്റെ കൈക്ക് പിടിച്ചു നിന്നെ പൊക്കിക്കൊണ്ട് വരും. The word of God uplifts you നിന്നെ and കൊണ്ട് വൻ takes you. കാര്യങ്ങൾ ദൈവാത്മാവ് ചെയ്യിപ്പിക്കും. Makes you do mighty things. അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കും. It makes you do അടയാളങ്ങൾ miracles. ചെയ്യിപ്പിക്കും. It makes you do പക്ഷെ wonders നിന്റെ and കണ്ണ് signs. എപ്പോഴാണ് ലോകത്തിലേക്ക് തിരിയാൻ തുടങ്ങുന്നതെന്ന് അറിയാമോ? But when your eyes turn to the things of this world, പരിശുദ്ധാത്മാവ് നിന്റെ കയ്യിൽ നിന്ന് കൈവിടാൻ തുടങ്ങും. at that moment the Holy Ghost lets go his hand over you. ആമേൻ. ഇന്ന് പകൽക്കാലം ഒന്ന് തിരിഞ്ഞു നോക്കാനാ ഞാൻ പറയുന്നത്. I'm asking you to turn yourself back and look at your own life. ഓരോ തിരുവെഴുത്തുകളും നിവർത്തിക്കപ്പെടുമ്പോൾ As each word has been fulfilled in your life. ഇന്ന് പകൽക്കാലം പലതും നിവർത്തിക്കാതെ പരിശുദ്ധാത്മാവ് നിന്റെ കൈവിടേണ്ടി വരുമോ? Or would the Holy Ghost have to let go of your hand still of many unfulfilled promises? ആമേൻ. പലപ്പോഴും നമ്മുടെ അവിശ്വാസതകളാണ് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് മാറ്റിക്കളയുന്നത്. It's our doubt or lack of faith is what causes us not to see the fulfillment of the promises of the Holy പലപ്പോഴും Ghost. നമ്മുടെ വായിലെ വാക്കുകളായിരിക്കാം. It could be the words that we speak. മലാക്കി 2:7 വായിച്ചേ, 7-8 വായിച്ചേ. Malachi 2:7-8. ഹല്ലേലൂയ. നേതൃത്വത്തിൽ ഹല്ലേലൂയ സ്തോത്രം അവിശ്വസ്തത വ്യാപരിക്കുന്നു. പുരോഹിതൻ ആ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ ആ അവന്റെ അധരങ്ങൾ ആ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ആ ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. ആ നിങ്ങളോ ആ വഴി വിട്ടുമാറി ആ പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ആ ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ പലരെയും നേർവഴി നയിക്കേണ്ടവരാണ്, സത്യമാർഗം അവരോട് പറഞ്ഞു കൊടുക്കേണ്ടവനാണ്. പക്ഷെങ്കിൽ നിങ്ങൾ തന്നെ തിരിഞ്ഞുപോയി, നിങ്ങൾ തന്നെ നിങ്ങളോ വഴി വിട്ടു മാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു. Verses 7 and 8 reads likewise, for the priest's lips should keep knowledge, and they should seek the law at his mouth, for he is the messenger of the Lord of hosts. But ye are departed out of the way, ye have caused many to stumble at the law, ye have corrupted the covenant of Levi, saith the Lord of hosts. ആമേൻ. ലേവിയുടെ നിയമപ്രകാരം നീ ഉപദേശം കൊടുക്കേണ്ടവനാണ്.
According to Levi, the Leviticus words, or as being a Levi, you should be the one that should preach or give them instruction. പരിജ്ഞാനം സൂക്ഷിച്ചു വെച്ചു. നിങ്ങളുടെ അധരത്തിൽ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടവരാണ്. Upon your lips, you must keep knowledge. ദൈവം തരുന്ന വെളിപ്പാടുകള്, The instructions of the revelations given by ദൈവം God. തരുന്ന ദൂതുകള് The messages given by God. നിങ്ങളുടെ നാവിലാ ഉള്ളത്. It is in your lips. ദൈവമക്കളെ, ദൈവം നമ്മുടെ നായിൽ തരുന്ന ദൂതുകളെയൊക്കെ The words upon your lips. നാം സൂക്ഷിച്ചു വെക്കേണ്ടവരാ. We must keep them on. പക്ഷെങ്കിൽ അവിശ്വാസം വരുമ്പോൾ ഉണ്ടല്ലോ, But when unbelief enters, Thank you, Jesus. അത് ഒരു കാലത്തും അത് നമുക്ക് പിന്നെ ആ ഭാഗത്തേക്ക് പിന്നെ കടക്കാൻ പറ്റത്തില്ല. and as a result, we are never able to enter into that land or into the fulfillment of those promises. പകരം ഒരു ജനത്തെ നാശത്തിലേക്ക് നമ്മൾ നയിക്കും. Instead, we will lead a people into death or destruction. ഭവനത്തിന്റെ പുരോഹിതനെ ദൂത് നിങ്ങളോടുണ്ട്. The priest of the family, there is a message for you. സഭയുടെ ഹല്ലേലൂയ അധ്യക്ഷനോട് ദൂതുണ്ട്. The leader of the church, this message is for ഓരോ you. വ്യക്തികളോടും പരിശുദ്ധാത്മാവിന് ദൂതുണ്ട്. Oh, the Holy Ghost has a message for each ദൈവം person. തരുന്ന നിങ്ങളുടെ അധരത്തിൽ നിങ്ങൾ സൂക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ്. What the Lord gives you, you must keep it in your lips. നിങ്ങൾ വായിക്കുന്ന ദൈവവചനം, The instructions that you read, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂതുകള് the message is given to you. നിങ്ങളുടെ ആയുസ്സിൽ നിറവേറാൻ വേണ്ടിയുള്ളതാണ്. Oh, those things must be fulfilled in your നിങ്ങളത് life. സൂക്ഷിക്കേണ്ട You വ്യക്തികളാണ്. must keep that word in your life. നിങ്ങളത് ഉദ്ധരിക്കേണ്ട You must വ്യക്തികളാണ്. recite those നിങ്ങൾ words. ആത്മാവിന്റെ ശക്തിയിൽ വിളിച്ചു You പറയേണ്ടവരാണ്. must call forth those things in the power of the Holy Ghost. ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാമോ? Can we surrender ourselves today? കണ്ണുകളടയ്ക്കാം. Can we close our eyes? സ്തോത്രം. ദൈവത്തിന് മഹത്വം. ദൈവജനമേ, പലപ്പോഴും ആ ലൂക്കോസിന്റെ സുവിശേഷം പിൻഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ യേശുവിനെ അവര് കൊല്ലുവാൻ ഭാവിച്ചു. And as we continue to read through that passage in Gospel of Luke, you will see that they planned to kill Jesus. എന്നാൽ യേശു അവരുടെ മധ്യത്തിൽ നിന്ന് തന്നെ നടന്നുപോയി. But Jesus walked away from their presence. അവരുടെ നടുവിൽ തന്നെ നടന്നുപോയി. Or that he walked in between them. ദൈവജനമേ, ദൈവവചനം ശക്തിയോടെ ഘോഷിക്കുമ്പോൾ People of God, when the word of God is proclaimed in its പൈശാചിക power, ശക്തികൾ അതിന്റെ കോട്ടകളും എതിർത്ത് നിൽക്കും. that the demonic powers and its fortresses will come against you. മരണപ്പോരുകൾ വരെ വരും. That the power of death will come and പക്ഷെ strangle അതിന്റെ you. മധ്യത്തിലും ദൈവത്തിന്റെ വഴി വെളിപ്പെടും. But in the midst of all of that, the move of God will be revealed for നീ you. ഭയപ്പെടേണ്ട, Do not be afraid. ദൈവം നിന്നോട് കൂടെയുണ്ട്. God is with you. അസാധാരണക്കാരൻ ദൈവനാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ When the ordinary calls the word of God, നീ വീണ്ടും ഒന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാമോ? or can you call God ഒരുപക്ഷെ again? ഇന്ന് പകൽക്കാലം നീ അകന്നു മാറി നിൽക്കുന്ന Perhaps വ്യക്തിയായിരിക്കാം. you might be the person that is far പക്ഷെ ആ away. നദി നിന്റെ അടുത്തേക്ക് ഒഴുകും. When that river flows next to you, നിന്മേൽ ജീവൻ പകരാൻ പോവാണ്. because that flow of the Holy നിന്റെ Ghost ആയുസ് will give you തീരുന്നതിന് life. മുമ്പ്, Prior to your life coming to an കാലം end, തീരുന്നതിന് മുമ്പ്, prior to the time coming to an കർത്താവിന്റെ end, വരവിന് മുമ്പ് prior to the coming of the നിനക്ക് Lord, പറയാൻ പറ്റുമോ? can you say, കർത്താവേ, ഞാൻ വരുന്നു. God, I follow you. ഹാലെ, എന്റെ അവിശ്വാസത്തെ മാറ്റി Oh തരുമാറാകണമേ. Lord, take away my disbelief. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ജീവിതത്തിൽ നീ പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറട്ടെ. God, all the things you have for my life, let those things be എന്നാൽ fulfilled. ഇങ്ങനെ ഞാൻ ഒരു പോസിറ്റീവ് ആയിട്ടൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Let me end this in this positive word. വിശ്വസിക്കുന്നവർ അത്ഭുതങ്ങളെ കാണും. Those who believe will see miracles. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. Oh, through those who believe will these signs and നിങ്ങളെ wonders കൊണ്ട് ദൈവം happen. അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കും. God will make do തിരുവചനത്തിന്റെ miracles ശക്തികൾ for you. നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. Oh, the power of the word of God will be revealed in your life. വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ദിനംതോറും അത്ഭുതമായിരിക്കും. Oh, the word of God will bring miracles daily in your life. നീ വചനം വായിക്കുക. Oh, you read from this നിന്റെ word. നാവിൽ ന്യായപ്രമാണത്തെ സൂക്ഷിക്കുക. Keep the word of God in your പാപം lips. ചെയ്യാതെ ജീവിക്കുക. Live a life that is full of holiness. ഹല്ലേലൂയ, കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുക. Can you live a life of holiness for the coming of the Lord? വചനങ്ങളാൽ ദൈവം നമ്മളെ May the അനുഗ്രഹിക്കുമാറാകട്ടെ. Lord bless us with these words. Hallelujah. Hallelujah. The worship team come. I ask the worship team to come forward. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കിടുവാൻ കർത്താവിടെയാക്കിയ വൻ കൃപകൾക്കായി സ്തോത്രം. ദൈവവചനം പറയുന്നു സ്തോത്രം. അവൻ 12 പേരെയും വിളിച്ച്
സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും സൗഖ്യമാക്കുവാൻ ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം ദൈവശക്തിയിലാണ്. ആ ദൈവശക്തി, ദൈവിക അധികാരം ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. കർത്താവായ യേശു നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ ദൈവിക അഭിഷേകത്തിൽ നിന്നുകൊണ്ടും ആ അധികാരത്തിൽ നിന്നുകൊണ്ടും രോഗികളുടെ മേൽ നമുക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്, ഭൂതങ്ങളുടെ മേൽ അധികാരം തന്നിട്ടുണ്ട്. ഈ ദിനങ്ങളിൽ ആ ദൈവിക ശക്തി നാം ഏറ്റെടുക്കുക. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം നാം അറിയിക്കുക. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോടുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സത്യസഭയുടെ അടയാളം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ആണെകിയാൽ ദൈവരാജ്യത്തിൽ നാം ശക്തിയോടെ പ്രവർത്തിക്കാം. നമ്മുടെ ദീപങ്ങളെ കത്തിക്കാം. ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ഓടാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Let us operate therefore in the kingdom of God in power and in authority. May God bless you.